പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ. മക്കത്ത് പോകുന്നവരെ ഞങ്ങളെ കൊണ്ടുപോകണേ. ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു പാട്ടാണ്. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് മക്കയിലെത്തുന്നതിനേക്കാൾ മദീനയിലെത്താൻ. അതെന്തുകൊണ്ടാണ്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധമായ മക്കയിൽ ഇബാദത്ത് ചെയ്യുന്ന ഓരോ നിസ്കാരത്തിനും ഓരോ ഇബാദത്തുകൾക്കും അല്ലാഹുവേ ഇരട്ടി പ്രതിഫലം നീ നൽകണേ എന്ന് അല്ലാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചത് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയ്ക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് തേടുന്നുണ്ട്. അല്ലാഹുവേ മക്കത്തുൽ മുകറമയിൽ ഞങ്ങൾ ചെയ്യുന്ന അമലിന്റെ ഇരട്ടി പ്രതിഫലം ഞങ്ങൾക്ക് മദീനയിലെത്തുമ്പോൾ ചെയ്യുന്ന അമലുകൾക്ക് നീ തരണമേ അല്ലാഹ്. മദീന അല്ലാഹുവിന്റെ റസൂൽ തങ്ങളുടെ ഭൗതിക ശരീരം ഉറങ്ങുന്ന മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അല്ലേ, ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത മണ്ണിലേക്ക് തന്നെയാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ മടങ്ങുന്നത്. മദീനയിലെത്താൻ അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളെ സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത മണ്ണാണ് അത്ര മദീനത്തെ മണ്ണ്. അതുകൊണ്ട് നമ്മൾ മദീനയിലേക്ക് പോകാൻ ഇപ്പോഴും ഒരുപാട് ആഗ്രഹം അല്ലേ. മദീന റൗള മുനവ്വറ അൻഇയുൽ മുൻതഹ റസൂലേ സലാം. അവിടം വന്ന തിരുമുമ്പിൽ ഒന്ന് സലാമോദാനം കൊതിയുണ്ടെങ്കിൽ കരീമായോ അതിരായോ കരീമായോ അതിരായോ കൊതി വീട്ടിട്ട റഹീമായോനേ. മരണം വന്നതുക്കും മുന്നേ എന്നെ അടുപ്പിക്കേ മദീനത്തേക്കടുപ്പിക്കേ മദീന മദീനയിൽ എത്താനുള്ള നമ്മുടെ ആഗ്രഹം അല്ലാഹു തആല എത്രയും പെട്ടെന്ന് സഫലമാക്കി തരട്ടെ. ആമീൻ ആമീൻ. അല്ലാഹു തആല സഫലമാക്കി തരട്ടെ. അതിനുള്ള ഒരു ഹേതുവായി മജ്‌ലിസ് മാറട്ടെ. ഒരുപാട് മദ്ഹുകൾ പാടാനും ഒരുപാട് മദ്ഹുകൾ കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെയാണ് നമ്മളിവിടെ കളിച്ചുകൂടിയിട്ടുള്ളത്. അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സദസ്സിനെ മാറ്റി തരട്ടെ. ആമീൻ 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 പറയാൻ നമ്മൾ മടി കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ 5 വക്ത നിസ്കാരത്തിലും മറ്റു സമയങ്ങളിലൊക്കെ അല്ലാഹു തആല നമ്മളോട് കരുണ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ ഇബാദത്ത് ചെയ്യുന്നത്. അല്ലാതെ കോടാനുകോടി സ്വലാത്ത് ചൊല്ലിട്ടോ കോടാനുകോടി റക്അത്തുകൾ രാത്രിയിൽ നീര് വരുന്നതൊന്നും നമ്മൾ ഇരിക്കുന്നില്ല. പക്ഷേ അല്ലാഹുവിന്റെ കരുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകൾ, നരകത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകൾ, നരകത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പുറകിലുള്ള മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടാണ് പോകണം നരകത്തിലേക്ക്. അപ്പോൾ പടച്ചറപ്പ് ചോദിക്കുന്നുണ്ട്, എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? നരകത്തിലേക്ക് പോവാണല്ലോ, ശിക്ഷ വിധിച്ചല്ലോ. അപ്പൊ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ട് പടച്ചറപ്പ് എന്താ നോക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ അറിഞ്ഞ റബ്ബ് അവസാന സമയത്താണെങ്കിൽ എന്നോട് കരുണ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ലോകത്ത് ജീവിച്ച് മടങ്ങിപ്പോയത്. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷ വെച്ച മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിലേക്ക് ആക്കി. അള്ളാഹു റസൂലുഹു അത്രമേൽ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ. റബ്ബിനെ സ്നേഹിക്കേണ്ട ആളുകളാണ്, അള്ളാഹുവിനെ പേടിക്കേണ്ട ആളുകൾ. നമ്മൾ പേടിക്കണം എന്ന് ചെറുപ്പം മുതലേ നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കും. പേടിക്കേണ്ടത് എങ്ങനെയാണ്? തഖ്വയോടുകൂടി
അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള സ്നേഹമാണ് നമ്മൾ വേണ്ടത്. ഭയം രണ്ട് മൂന്ന് തരത്തിൽ ഭയമുണ്ട് അല്ലേ? പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചോടും, പിന്നീട് ആ പാമ്പുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകാതിരിക്കാൻ സാധിക്കും, അതൊരു ഭയമാണ്. ഉമ്മ നമ്മളെ തല്ലാൻ വിളിക്കുമ്പോൾ ഉമ്മ നമ്മളെ തല്ലുമെന്ന പേടിയും നമ്മൾ ഓടും, പക്ഷെ വീണ്ടും നമ്മൾ ഉമ്മാന്റെ അടുത്ത് തിരിച്ചു വരും അല്ലേ? രണ്ടും പേടിയാണ്, രണ്ടും ഭയമാണ്. പക്ഷെ രണ്ടാമത്തെ ഭയം എത്ര പോയാലും തിരിച്ചു വരാൻ ഉമ്മ മാത്രമേ ഉള്ളൂ. അതുപോലെ എന്തൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടിയാലും പടച്ച റബ്ബിനെ പേടിച്ച് നമ്മൾ ജീവിക്കണം. നമുക്ക് ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹു മാത്രമേ ഉള്ളൂ അല്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്നേഹിക്കാൻ റബ്ബല്ലാദാരാണ്, മോഹിക്കാൻ റബ്ബല്ലാദാരാണ്, പ്രണയിക്കാൻ റബ്ബല്ലാദാരാണ്. മുത്തിയിലും മുത്തായ തമ്പുരാനേ, മുത്തിയിലും മുത്തായ തമ്പുരാനേ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുഞ്ഞുനാളിലെ നമ്മുടെ ഉമ്മമാര് ആരാട്ട് പാടുമ്പോൾ അല്ലേ, ആരാട്ട് പാടി ഉറക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളെ ഉറക്കുമ്പോൾ ഉമ്മമാര് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കാണല്ലോ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. മോനെ എൻ്റെ മോളെ നീ വിഷമിക്കണ്ട, നമുക്ക് റബ്ബുണ്ട്, പഠിച്ചുകൊണ്ട് നമുക്ക് അല്ലാഹുണ്ട്. നമുക്ക് ഈ ഒരു ശുഭപ്രതീക്ഷ കൊടുത്തിട്ടാണ് നമ്മളൊക്കെ നമ്മുടെ മക്കളെ വളർത്തുന്നത് അല്ലേ? ആരാട്ട് പാടുമ്പോൾ തന്നെ നമ്മൾ കേട്ടത് ഹസ്ബി റബ്ബിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നാവിൽ ഇപ്പൊ ഹസ്ബി റബ്ബി വന്നു. ഈ ഹസ്ബി റബ്ബി ഹസ്ബി റബ്ബി, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി, ഇതാണ് നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ? എന്ത് പ്രശ്നത്തിൽ പെട്ടാലും എന്ത് പ്രയാസത്തിൽ പെട്ടാലും എനിക്കെന്റെ റബ്ബുണ്ട് 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 റബ്ബുണ്ട്. ഇത് നമുക്ക് ചെറുപ്പത്തിൽ നമ്മുടെ കാതിലിട്ട് തരുന്നത് ആരാ? നമ്മുടെ ഉമ്മമാരല്ലേ? ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗമൂർത്തോളി, ബുദ്ധിമതിയാ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിയുറച്ചോളി. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗമൂർത്തോളി, ബുദ്ധിമതിയാ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിയുറച്ചോളി. കാലടി പാടിലാണ് സുവർഗമൂർത്തോളി, ബുദ്ധിമതിയാ മുത്ത് മുഹമ്മദ് തൂമൊഴിയുള്ളിയുറച്ചോളി. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗമൂർത്തോളി, ബുദ്ധിമതിയാ മുത്ത് മുഹമ്മദ് തൂമൊഴിയുള്ളിയുറച്ചോളി. ഉമ്മാന്റെ കാലിനടിയിലാണ്